ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാഷിനെ ഉറക്കം കെടുത്തുന്ന ആ സ്വപ്നം കണ്ടിരിക്കുകയാണ്. തന്റെ മകൾ തന്റെ കൈ തട്ടി മാറ്റി തന്റെ മകൾ ജീവരാജിന്റെ കൂടെ പോകുന്ന ആ സ്വപ്നം മാഷിന്റെ ഉറക്കം കെടുത്തുന്നു കേട്ടോ. അങ്ങനെ മാഷ് ഉറക്കത്തിൽ നിന്ന് എണീക്കാണ്. പിന്നീട് പരിഭ്രാന്തിയോടുകൂടി വെള്ളക്കെ കുടിക്കുന്ന സമയത്ത് തന്റെ ഡോറ് തുറന്നു വരുന്ന രഘുവിനെ കാണാണ്. രഘുവിനെ കണ്ടോടെ തന്നെ രഘു നീ ഉറങ്ങിയില്ലായിരുന്നു, അപ്പൊ അമ്മാവൻ ഉറങ്ങിയില്ലേ? ഇത് കേട്ടോടെ തന്നെ രഘുവിനോട് മാഷ് പറയണേ, ഞാനൊരു ദുസ്വപ്നം കൊണ്ടു. എന്ത് ദുസ്വപ്നമാണ് അമ്മാവ കണ്ടത്? ഞാൻ മഞ്ചാടി മോളെ കുറിച്ച് ഒരു ദുസ്വപ്നം കണ്ടു എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന രഘു ആകെ തളർന്നു പോവാണ്. ഈശ്വര, എന്താണിത്? ഞാനിപ്പോ പറയാൻ വന്നത് തടഞ്ഞല്ലോ എന്ന് ആ ഭാവത്തിൽ രഘു നിൽക്കുമ്പോ, അല്ല മോനെ, നീ എന്തിനെവിടെ വന്നോ? അല്ല, ഞാൻ മഞ്ചാടിയെ കുറിച്ച് പറയാനാണ്. എന്റെ മോൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് മാഷ് തുടരെ ചോദിക്കുമ്പോ, അവൾക്കൊരു കുഴപ്പമില്ല. അപ്പൊ മാഷ് പറയണേ, ഇന്ന് പകല് ഞാൻ അവൾക്ക് വിളിച്ചിരുന്നു, പക്ഷെ കോളേജിൽ നിന്ന് തിരികെ വന്നിട്ട് അവളെ എനിക്ക് വിളിച്ചില്ല. അതെന്നെ മനസ്സിനെ വല്ലാതെ ഭീതിപ്പെടുത്തുന്നു. എന്തോ ഒരു ആപത്ത് വരുന്നത് പോലെ. അത് കേൾക്കുന്ന രഘു പറയണേ, അതെ, അവൾ വിളിക്കാതിരുന്നത് അവൾക്ക് കോളേജിൽ നിന്ന് വന്നത് മുതൽ വലിയ പനിയാണ് എന്നൊക്കെ രഘു പറയുമ്പോ, ആണോ? എന്റെ കുഞ്ഞിനെ എന്നിട്ട് എങ്ങനെയുണ്ട്? ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയോ? തീർച്ചയായും കൊണ്ടുപോയി. അവൾക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. നാളെ രാവിലെ നമുക്ക് മഞ്ചാടി മോളെ ഒന്ന് കാണാൻ പോവാം. അതിനെന്താ, പോവുക തന്നെ വേണം. എനിക്കെന്റെ മോളെ കാണണം എന്നൊക്കെ പറഞ്ഞ് മാഷിനോട് രഘു ഉറങ്ങാൻ പറയുകയാണ് കേട്ടോ. പിന്നീട് അമ്പിളിയുടെ അടുത്തോട്ട് ചെല്ലാണ്. അമ്പിളി ഇങ്ങനെ ഡ്രസ്സ് മടക്കി വെക്കുന്നുണ്ട്. പക്ഷെ എല്ലാം അമ്പിളി കേട്ടിരിക്കുന്നു. അച്ഛന് എന്ത് നടക്കുമ്പോഴും ഒരു സൂചന ദൈവം കൊടുക്കും, അതങ്ങനെയാണ്. അച്ഛനിപ്പോ ആ സൂചന കൊടുത്തിരിക്കുന്നു എന്ന് പറയാനേട്ടോ. എന്തായാലും അമ്മാവന്റെ മുന്നിൽ നിന്നും പരിങ്ങിപ്പോയി ഞാൻ. എന്തായാലും ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ എല്ലാവരും കൂടി കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തം മകൾ ഒളിച്ചോടിയിട്ടും തന്റെ മകൾ ഒരു തെറ്റും ചെയ്യില്ലെന്ന ബോധ്യത്തോടു കൂടി തന്റെ മകൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു ഇതോടുകൂടി നടക്കുന്നു അച്ഛൻ. എന്നാൽ ആരും തന്നെ സത്യങ്ങൾ തുറന്നു പറയുന്നില്ല. അത് കേൾക്കുന്ന രഘു, നീ തന്നെ ഇത് തന്നെ പറയണം. നീ ഇന്നലെ പറഞ്ഞത് എന്താ? ഇന്നലെ ഇപ്പോ നീ പറഞ്ഞത് വേണ്ടെന്ന്, ഇന്നിപ്പോ നീ നേരെ തിരിച്ചു പറയുന്നു. അത് കേൾക്കുന്ന അമ്പിളി പറയണ, ഇന്നലെ ഞാൻ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് പുഴക്കര ക്ഷേത്രത്തിൽ പോണെന്നും അത് തടയണ്ട എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇന്നിപ്പോ എന്തായാലും പറയായിരുന്നു, നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി അത് പറയായിരുന്നു. അത് കേട്ട ഉടനെ തന്നെ രഘു പറയണ, ഞാൻ എങ്ങനെ പറയാനാണ്? എന്റെ മകൾക്ക് ആപത്ത് വന്നിരിക്കുന്നു. എന്നാ സ്വപ്നം എന്താന്ന് ചോദിച്ചു നോക്കായിരുന്നില്ലേ? അതും ഞാൻ ചോദിച്ചില്ല, എന്നെ കൊണ്ട് അതിന് കഴിഞ്ഞില്ല എന്ന് രഘു പറയാനേട്ടാ. എന്നാൽ ഈ സമയം ഇനി നമുക്ക് നാളെ രാവിലെ തന്നെ പോവാം എന്നുള്ള ആ ഒരു തീരുമാനമൊക്കെ എടുക്കുകയാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ ജീവരാജിനെയും മഞ്ചാടിയാണ് കാണിക്കുന്നത്. മഞ്ചാടിയും ജീവരാജും ആകെ പ്രതിസന്ധിയിലായിരിക്കാണ്. അങ്ങനെ ജീവരാജിനോട് മഞ്ചാടി ചോദിക്കുക, ഇനിയിപ്പോ എന്ത് മുന്നോട്ടുള്ള വഴി എന്ത്? എന്തായിരിക്കും ജീവരാജ്? നിന്നെ എന്റെ വീട്ടുകാർ വല്ലാതെ വെറുത്തു പോകുന്നത്, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് കേൾക്കുന്ന ജീവരാജ് പറയാം, അത് സിമ്പിൾ അല്ലേ, കാര്യം ഞാൻ വ്യക്തമാക്കി തരാം. നിന്നെ ഞാൻ തട്ടിക്കൊണ്ടുപോയി, പിന്നീട് നിന്നെ ഞാൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ഇത് തന്നെ ആ ഒരു വൈരാഗ്യം, അത് നിനക്ക് തെറ്റുപറ്റിയതല്ലേ? ആർക്കും ഒരു അമളി പറ്റാം. ആ അമളി പറ്റി നീ തിരുത്തിയില്ലേ? പിന്നീട് നിന്റെ സ്വഭാവം എനിക്കറിയാവുന്നതല്ലേ, നീ എത്ര നല്ല ആളാണ്. എന്നിട്ട് എന്തിനാ അവര് നിന്നെ വെറുക്കുന്നത്? അത് നിനക്കറിയാവുന്ന കാര്യം. പക്ഷെ എന്നെ പോലെ ഒരാളെ നിനക്ക് തരാൻ അവര് തയ്യാറല്ല എന്ന് പറയുന്നിട്ടോ. ഇത് കേൾക്കുന്നതിന് കൂടി മഞ്ചാടി പറയണേ, ഇത് തന്നെയാണ് എന്റെ വീട്ടുകാരുടെ പ്രശ്നം. അവർക്ക് തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാന്ന് പറയുമ്പോ ജീവരാജ് പറയണേ, എനിക്കും പേടിയുണ്ട്. കാരണം മുന്നോട്ടുള്ള വഴിയിൽ അച്ഛനെയും അമ്മയെയും മറ്റുള്ളവരെയൊക്കെ എതിർത്ത് ജീവിക്കുന്നത് എന്ന് പറയുന്ന വലിയ പ്രതിസന്ധി തന്നെയാണ്. ഇതുവരെ ഞാനും നീയും വേറൊന്നൊരു വ്യക്തിയായിരുന്നു. എന്നാൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഒന്നാണ്. പിന്നെ നിനക്കും എനിക്കും ജീവിതത്തിൽ ഓരോ ബാധ്യതകൾ ഉണ്ടാവും. കാരണം ഇതുവരെ നമ്മുടെ എല്ലാ ചിലവുകളും നിർവഹിച്ചിരുന്നത് നമ്മുടെ അച്ഛനമ്മമാരാണ്. അത് മനസ്സിലാക്കണം. പിന്നീട് നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ വരും. നമ്മൾ രണ്ടാളും ഒന്നായി കഴിഞ്ഞാൽ അതും ആലോചിക്കാനുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ, നമുക്ക് തിരികെ വീട്ടിലോട്ട് പോവാം. മരണം നമ്മളെ കൊണ്ടുപോവില്ല എന്ന ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ. അത് കേൾക്കുന്ന മഞ്ചാടി പറയണം, അതൊന്നും പറ്റത്തില്ല, എൻ്റെ വീട്ടുകാരെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത് കേൾക്കുന്ന മഞ്ചാടിയോട് ജീവരാജ് പറയണം, അതിന്റെ തോന്നൽ മാത്രം. നമ്മളൊരു പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും സ്നേഹിക്കുന്നവർ ഒന്നിക്കുക തന്നെ ചെയ്യും. അതിന് ദൈവം തന്നെ ഒരു വഴി ഒരുക്കി തരും. അതല്ലേ മഞ്ചാടി നല്ലത് എന്ന് പറയുമ്പോൾ മഞ്ചാടിക്ക് തന്റെ വീട്ടുകാരെ വിശ്വസിക്കാനാവുന്നില്ല. അങ്ങനെ മഞ്ചാടി ജീവരാജിനെ ഒന്ന് തുറച്ചു നോക്കുന്നുണ്ട് കേട്ടോ. ജീവരാജ് തന്റെ ഉള്ളിലുള്ള ആ സത്യം വെളിപ്പെടുത്തുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്ന് വെളിപ്പെടുത്തിയിട്ടും മഞ്ചാടി ഇത് തന്നെ പറയുന്നു. അപ്പൊ മഞ്ചാടി പറയണേ, ജീവരാജ് ഞാനൊരു അഭിപ്രായം പറയട്ടെ, നമ്മൾ രണ്ട് താലി കെട്ടിയിട്ട് നിന്റെ വീട്ടിലോട്ട് അങ്ങ് പോയാലോ? എന്താ നിന്റെ അഭിപ്രായം? നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ആവാമെന്ന് മഞ്ചാടിയോട് പറയുന്നു. എന്നാൽ ഞാൻ ഒളിച്ചോടുന്നതിന് മുന്നേ എനിക്കത് പറയാനില്ല. പറയാൻ ഞാൻ പലവട്ടം നിന്റെ മുന്നിലോട്ട് വന്നതാണ്, പക്ഷെ നീ സമ്മതിക്കുന്നില്ല. നീ എന്നെ കിട്ടണം എന്ന വാശിയും നിന്റെ വാശിയും ഒക്കെയാണ് ഞാൻ പറയാറ്. അത് ശരിയാണ്, ഇനി എന്നോട് എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മരണമാണ് വഴി എന്നൊക്കെ മഞ്ചാടി എന്തൊക്കെയോ പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ
കടൽ വക്കത്ത് ഇങ്ങനെ ഇന്ദ്രൻ നിൽക്കാണ്. അപ്പോൾ ഗോകുൽ ഇങ്ങനെ നടന്നു വരിക ബീച്ച് റോഡിലൂടെ. അങ്ങനെ ഗോകുൽ പെട്ടെന്ന് ഇന്ദ്രനെ കാണണം. അങ്ങനെ ഗോകുൽ ഇന്ദ്രന്റെ അരികത്തോട്ട് ഓടിച്ചെല്ലാണ്. ഇന്ദ്ര എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ ഗോകുലാണെന്ന് പറയുമ്പോൾ തിരിഞ്ഞു നോക്കണേട്ടാ, എന്താ ഈ കടൽ വക്കത്ത് നിൽക്കുന്നതായി ഒന്നുമില്ല. എന്നാൽ ഇന്ദ്ര, ഞാൻ നിന്നോട് സോറി പറയാനാണ്. അന്ന് ഞാൻ മദ്യപിച്ച് എന്തൊക്കെയോ നിന്നെ പറഞ്ഞു. എന്റെ പെങ്ങൾ കരഞ്ഞുപോയി, എന്റെ നെഞ്ചി പതറിപ്പോയി. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് എന്തൊക്കെയോ പറയണം തോന്നി. അതിന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. അത് കേട്ട ഉടൻ തന്നെ ഇന്ദ്രൻ, ഞാനും വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു, അതുകൊണ്ട് ഞാനും നിന്നെ എന്തൊക്കെയോ പറഞ്ഞു പോയി, നീ എന്നോട് ക്ഷമിച്ചേക്കെന്ന് പറയട്ടാ. പിന്നീട് ഇന്ദ്ര, നീ എന്താ ഇപ്പോ വിഷു ആയി കഴിഞ്ഞതിന് ശേഷം കച്ചവടം ചെയ്യുന്നില്ലെന്നോ, നീ കട പൂട്ടാൻ പോകുന്നോ, അങ്ങനെ എന്തൊക്കെ വിവാദങ്ങൾ കേൾക്കുന്നുണ്ട്. അത് കേൾക്കുന്ന ഇന്ദ്ര, ശരിയാണ്, എനിക്ക് ഇനി ആ കടയില്ല, കാരണം ആ കട അനുഭവം മേടിക്കാണ്. എന്ത് അനുഭവം മേടിക്കുക? അനുഭവമേ നീ ഒന്നല്ല. അല്ല, അവൾ എനിക്ക് ഡിവോഴ്സ് ലെറ്റർ അയച്ചിരിക്കുന്നു. അവൾ എന്നിൽ നിന്ന് ജീവിതം പിരിയാനാണ് ആഗ്രഹിക്കുന്നത്. അവൾക്ക് എന്നെ താല്പര്യമില്ലെന്ന സത്യം വെളിപ്പെടുത്തുമ്പോൾ തീർച്ചയായും അത് തന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു എന്ന് ഇന്ദ്രനോട് ഗോകുൽ പറയാൻ കേട്ടോ. അങ്ങനെ പിരിയാൻ പറ്റത്തില്ല, പിന്നെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നെ വിളിച്ചിട്ടോ, എന്തിനും ഏതിനും ഞാൻ ഉണ്ടാവും എന്നും പറഞ്ഞ് ഗോകുൽ അവിടെ നിന്ന് പിരിയുന്നു കേട്ടോ. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയി മഞ്ചാടിയെ കുറിച്ച് എന്തെങ്കിലും ഒരു ന്യൂസ് പേപ്പറിൽ ഉണ്ടോ എന്നിങ്ങനെ രഘു തിരക്കാണ്. അങ്ങനെ അമ്പിളി ഇറങ്ങി വരുമ്പോ അമ്പിളി ഉടൻ തന്നെ പറയുന്നു, അതെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ എന്തത്ര വല്ലാതെ നോക്കുന്നു? അല്ല, ഇനിയിപ്പോ താലി കെട്ടിയ ന്യൂസ് എന്തെങ്കിലും ഇവര് പത്രത്തിൽ ഇട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്, അതും ചെയ്യാൻ മടിക്കത്തില്ല എന്നുള്ള കാര്യം പറയുമ്പോ, നിങ്ങൾക്ക് എന്താ വേറൊരു പണിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ, നിന്റെ അനിയത്തിയാണ് എന്ന് പറയാനായിട്ടോ. അപ്പോഴേക്ക് പറയണ, എന്തായാലും ഇനി പെട്ടെന്ന് കുട്ടിയെ റെഡിയാക്കി നമുക്ക് പോകാൻ നോക്കാം എന്ന് പറയുമ്പോ, ഞാനില്ല, നിങ്ങളും അച്ഛനും കൂടി മാത്രം പോയാൽ മതി. അതെന്താ നീ വരാത്തത്? എനിക്ക് വയ്യ, അച്ഛന്റെ സങ്കടം ഞാൻ ഇവിടെ നിന്ന് ഒരുപാട് കണ്ട ആളാണ്. ഇനി അച്ഛൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അച്ഛന്റെ ആ സങ്കടം എനിക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ, നിങ്ങൾ തന്നെ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിക്കോളൂ എന്ന് പറയുമ്പോൾ മുറ്റത്ത് ആരോ ബെല്ലടിക്കുന്നു. അത് കേൾക്കുന്ന അമ്പിളി ആരായിരിക്കും എന്നറിയാൻ പുറത്തോട്ട് കടന്നു വരുമ്പോൾ താൻ കാണുന്ന കാഴ്ച സുശീലയാണ് കേട്ടോ. സുശീലയെ കാണുന്ന അമ്പിളി, നിങ്ങളോ എന്ന് പറയുമ്പോഴേക്കും രഘു അവിടെ എത്തിയിരിക്കുന്നു കേട്ടോ. അപ്പൊ രഘു അറിയണേ, എന്തിനാ നിങ്ങൾ വന്നിരിക്കുന്നത്, എന്താണ് എനിക്ക് ആവശ്യം? അപ്പോൾ തന്നെ അനുപമയെ കുറിച്ച് ഒരു കാര്യം പറയാൻ വേണ്ടി. അനുപമ എവിടെയല്ലല്ലോ, അനുപമ താമസിക്കുന്ന അവിടെയല്ലേ? അല്ല, അനുപമയുടെ അച്ഛൻ അനന്തമാഷ് ഈ വീട്ടിലല്ലേ ഉണ്ട്, എന്താ ഇപ്പൊ നിങ്ങളുടെ ആവശ്യം? ആ അനന്തമാഷിനെ പിന്നെ കാണാം. ഇപ്പൊ നിങ്ങളോട് ഒരു കാര്യം പറയാനും വേണ്ടി വന്നതാണ്, നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. എന്ത് കാര്യം എന്ന് ചോദിക്കാൻ കേട്ടോ. അതെ, എന്റെ മകനുമായി ഡിവേഴ്സിന് ഒരുങ്ങിയിരിക്കില്ല അനുപമ. അത് മാത്രമല്ല, എന്റെ മകനോട് കടമൊഴിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ആ കട എനിക്ക് വിലക്ക് വാങ്ങണം. അതിനുള്ള പണം എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഞാൻ തരാം. ആഹാ, നിങ്ങൾ പറഞ്ഞത് എന്ത് നല്ല കാര്യമാണ്, എത്ര വേണമെങ്കിലും നിങ്ങൾ തരുമോ? ഒരു ചുരുങ്ങിയത് ഒരു 50 ലക്ഷമൊക്കെ തരാൻ നിങ്ങളെ കൂടി കഴിയുമോ എന്ന് അമ്പിളി ചോദിക്കുമ്പോൾ തന്നെ, എത്ര വേണമെങ്കിലും ഞാൻ തരാൻ തയ്യാറാണ് എന്ന് പറയുമ്പോ, രഘുട്ടാ അത് നല്ല കാര്യമാണല്ലോ എന്ന് അമ്പിളിയും പറയുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ളൊരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് നടത്തിയിരിക്കുന്നത്. അപ്പൊ ഇനി എന്തായാലും സുശീല കളി തുടങ്ങിയിരിക്കുകയാണ്. സുശീല പതിവ് പോലെ തന്നെ മഞ്ചാടിയുടെ ആ രഹസ്യം ഞാൻ വെളിപ്പെടുത്തും, ആ കട എനിക്ക് കിട്ടിയില്ലെങ്കിൽ മഞ്ചാടി ഒളിച്ചോടിയ കാര്യം പറയും, അതുകൊണ്ട് തന്നെ അതെനിക്ക് വിലക്ക് തരണമെന്ന് പറഞ്ഞ് ഇനി എന്തായാലും അനുപമക്കും രഘുവിന് മുന്നിൽ ഈ സത്യം വെളിപ്പെടുത്തുമ്പോൾ അവരാകെ പ്രതിസന്ധിയിലാവട്ടോ. പക്ഷേ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാലും ശരി, തൻ്റെ കട വിട്ടുകൊടുക്കില്ലെന്ന തീരുമാനമായിരിക്കും അനുപമ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവർക്ക് അനുപമ തിരിച്ചടി കൊടുക്കുക എന്ന് കരുതി തന്നെയാണ്. പക്ഷേ ഇതിനിടയ്ക്ക് ഇനി അനുപമയെ വല്ലാതെ ഞെട്ടിപ്പിക്കുന്ന ഒരു സീൻ ഇന്ദ്രൻ ചെയ്യും. അതോടുകൂടി കാര്യങ്ങൾ ആകെ കൈവിട്ടു പോകും കേട്ടോ.